വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ചിക്കൻ്റെ ആണ്. ആദ്യമേ പറഞ്ഞേക്കാം. പക്ഷേ ഇത് ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ റെസിപ്പി അല്ല, ഒരു ചേച്ചി എന്നെ പഠിപ്പിച്ച റെസിപ്പിയാണ്. ഇത് ചെയ്യാൻ പോകുന്നത് ഡാൽഡ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ ഒരു കണ്ടീഷനുണ്ട്. ഡാൽഡ ഉപയോഗിച്ചാലേ എന്നാന്നോ, ഡാൽഡ തണുക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് ഇത് ചൂടോടെ കഴിച്ചോണം. അപ്പം തന്നെ തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടയായി പോകും. അപ്പം അത് വരാനുള്ള ചാൻസ് വേണ്ട. അതാണ് ഇതിനകത്തുള്ള മെയിൻ സാധനം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തൈര്, വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകമല്ലേ ചേർക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കോമ്പിനേഷൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ തൈരും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുന്നുണ്ട്. അല്ലാതെ കുറച്ച് മസാല പ്രത്യേകം അരച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അരച്ചു വെച്ചേക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം ഇച്ചിരി കുറവല്ലേ. അന്നേരം പിന്നെ എല്ലാം കൂടെ നമുക്ക് പറയാനൊക്കാത്തതുകൊണ്ടും ചെയ്യാനുള്ള സമയം കുറവായതുകൊണ്ടും ഞാൻ അതങ്ങ് ചെയ്തു വെച്ചു. പക്ഷെ എന്നൊക്കെ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് ആദ്യം എന്നാന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മൊത്തം അങ്ങ് കൺഫ്യൂഷൻ ആവും. ഇത് പക്ഷേ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പഞ്ചാബി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ എന്നാലും പുതിയതായിട്ട് ഇപ്പം നമ്മളൊരു റെസിപ്പി ചെയ്തില്ലേ, അഗ്രി മസാല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റോറിൽ നിന്ന് മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനെ പോലെ അല്ല, ഇത് കുറേ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൽഡ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കാണത്തില്ല, മിക്കവരുടെ വീട്ടിലും ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഒഴിക്കാം. നെയ്യും കൂടെ 50-50 1:1 എന്നുള്ള കോംബോയിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ഡാൽഡ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇതൊറ്റ കണ്ടീഷൻ, ഡാൽഡ ഉപയോഗിക്കുവാണെങ്കിൽ ചൂടോടെ തന്നെ അത് കഴിക്കണം. അപ്പം ഇനി ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് ഡാൽഡ എടുത്തേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര, സ്പൈസസ് എല്ലാം ഇടത്തില്ല, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുളക് പൊടി, ഇത് കാശ്മീരി മുളകാന്നേ, കുറച്ച് മല്ലിപ്പൊടി വേണം. പിന്നെ വേണ്ടിയത് അതൊരു സവാളയാണ്, ഒരു കോഴിയാണ് എടുത്തേക്കുന്നത്. അന്നേരം അതൊരു വലിയൊരു സവാളയാണെങ്കിൽ ഒന്ന്, അല്ല മീഡിയം സൈസ് ആണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 2 എണ്ണം പോരാട്ടോ. ചെറിയ ഇങ്ങനത്തെ സവാളയൊക്കെ അന്നേരം ഒരു 3 എണ്ണം മിനിമം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഈ മസാലക്കൂട്ട് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് തൈര്, ഇത് കുറച്ച് തേങ്ങ, ജീരകം. ഇനി ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടിയത് ഒരു ഇച്ചിരി തക്കാളിയാണ് വേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം അറിയാവേ. ഇനി ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന മസാല, ഫസ്റ്റ് മസാല ഇതാ. അതേതാന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകം, ഒരു സവാള, ഇത്രയും ചേർത്ത് ആണ് അരച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ തൈരില്ലേ, തൈര് 1 കപ്പ് തൈര് എടുത്തിട്ട്, 1 കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 250 ml ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കപ്പ് എടുത്തിട്ട് അതിനൊരു കപ്പ് തൈരിനകത്തോട്ട് നമുക്കിപ്പം 1 കിലോ ചിക്കൻ ആണെങ്കിൽ അറിയാമല്ലോ, 1.5 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ 1.5 സ്പൂൺ, ആ സ്പൂണിന് കണക്കാക്കി വെളുത്തുള്ളി എടുത്തേച്ച് ഈ തൈരുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതാണ് സെക്കൻഡ് അരപ്പ്. ആൻഡ് തേർഡ് അരപ്പ് ഇത് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചതാണ്. അപ്പം ഇത്രയും നമുക്ക് സാധനങ്ങൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് വേണം. പിന്നെ ആന്നേൽ ഇതൊക്കെ അരച്ച് വെക്കുവാന്നേൽ കുറച്ച് എളുപ്പമാണ്. ഈ ഒരു ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇതന്നെ ഇങ്ങനെ പ്രത്യേകം അരയ്ക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ചേർക്കുമ്പോൾ അങ്ങ് ചേർത്താൽ പോരെയെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരും. പക്ഷേ സാധനങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ ചേർക്കുമ്പോൾ എല്ലാം ഒരു പാത്രത്തിലോട്ടല്ലേ പോകുന്നേ എന്ന് ചോദ്യം ഞാൻ ചോദിച്ച പോലെ തന്നെ പുള്ളിക്കാരത്തിയും പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലടോ, അതിനൊരു ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരുമെന്നാണ് പുള്ളിക്കാരത്തി അവകാശപ്പെടുന്നത്. ഇപ്പം ഞാനിത് വീട്ടിലുണ്ടാക്കിയായിരുന്നു, പക്ഷെ അതിനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ ഡാൽഡയൊക്കെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം അതിനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ആന്നേലും നമ്മൾ ചിക്കൻ കറിയിൽ സാധാരണഗതിയിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആവുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി പറയുന്നത് എന്നാന്നോ, ഈ ഡാൽഡ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യണം. ഞാനിതെല്ലാം ചെയ്തു കേട്ടോ. ചെയ്തപ്പോൾ സംഭവം നല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതൊരു പഞ്ചാബി സ്റ്റൈലാണ്. നോർത്തിലോട്ട് പോകുമ്പം പഞ്ചാബി ദാബ സ്റ്റൈൽ ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഉള്ള സത്യം പറയാം. ഇതിന് എപ്പോഴും ഞാൻ പറയാം, ഒരൊറ്റ കണ്ടീഷനെ പുള്ളിക്കാരത്തി പറയുന്നുള്ളൂ, ഇത് ചൂടോടെ കഴിക്കണം, ഇല്ലെങ്കിൽ ഡാൽഡ കട്ടിയായി കഴിഞ്ഞാൽ അതിനകത്തൊരു കട്ടി പിടിച്ച ഒരു എഫക്റ്റ് വരികയല്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി എണ്ണ നല്ലതായിട്ടൊന്ന് ഒഴിയതിന് ശേഷം 1 ടീസ്പൂൺ, അതിപ്പോൾ ഞാൻ ടീസ്പൂൺ കണക്കല്ല, പഞ്ചസാര എൻ്റെ ഒരു കണക്കിന് 1 ടീസ്പൂൺ കണക്കിനുള്ളത് ഞാൻ എൻ്റെ കൈക്ക് ഇടുക. എൻ്റെ എണ്ണ നല്ലോണം ഉരുകി. ഇനി 1 ടീസ്പൂൺ കണക്കായിട്ടുള്ള പഞ്ചസാര. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഗ്രാമ്പു ഒരു 3-4 എണ്ണം, ഒരു ഏലക്ക ഒരു 3-4. ഈ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാത്തിന് ഡാൽഡയ്ക്കകത്ത് പഞ്ചസാര ഇടുന്നത് നമ്മളൊരു നോളജിന് വേണ്ടി പഠിക്കുമല്ലോ, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാനുള്ള നേരം കിട്ടിയില്ല. പക്ഷെ ഒരു റെസിപ്പി കിട്ടിയ പോക്കിന് ഞാൻ പോയി പഠിച്ചേച്ച് വീട്ടിലൊന്ന് ട്രൈ ചെയ്തു. വലിയ കുറ്റമൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണോ ചോദിച്ചാൽ ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചുമ്മാ വേഗമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചിക്കൻ കറി ചേർക്കുന്നതല്ലേ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയിട്ട് നമ്മുടെ എണ്ണയുടെ നിറം തന്നെ ഒന്ന് ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇനിയാന്ന് ഞാൻ ആ സവാള അതിനകത്തോട്ട് ഇടാൻ പോവാ. ഈ പഞ്ചസാര ആദ്യം ഇട്ടുകൊണ്ടുണ്ടല്ലോ, ഈ ഉള്ളി ഒന്ന് ഇച്ചിരി കാരമലൈസ് ആവും, അതായത് പെട്ടെന്നൊന്ന് മുരിഞ്ഞു കിട്ടും. അപ്പം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ആ മുരിവ് ചിലപ്പം ഉള്ളി വെന്തിട്ടാവുകയല്ല, ആ ഒരു നിറം പിടിക്കുന്ന ഉള്ളിയിലോട്ട്. അന്നേരം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് കഴിയുമ്പോഴത്തേനാണ് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടണം. ഈ പറഞ്ഞ പോലെ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത്. പക്ഷെ അതും ഞാൻ ഈ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു കൈവാക്കിനങ്ങ് ഞാൻ ഇടുവാണേ. ഇനി ഇതിന്റെ എല്ലാത്തിന്റെ ഒരു പച്ചച്ചൊവ മാറണം. ഓക്കെ, നമ്മുടെ ഈ ഉള്ളി കണ്ടോ നല്ലൊന്ന് മുരിഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം താമസമില്ല, പെട്ടെന്നാവുകയേ ഉള്ളൂ. ആക്ച്വലി ഒരു ഇച്ചിരി മുരിഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ ബാക്കിയെല്ലാ ഉള്ളിയും പെട്ടെന്നാവും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ പെട്ടെന്ന് ഇതിന്റെ ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ കൈ വിടാതെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ എല്ലാ ഉള്ളിയും ഒരു ഈക്വൽ ആയിട്ടൊന്ന് ബാലൻസ് ആയിട്ട് ബ്രൗൺ ആയിട്ടിരിക്കും. ഇത്രയും മതി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തീ ഒന്ന് കുറച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി, അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല. ഒന്നെങ്കിൽ ആദ്യം മസാല ഇടാം, അല്ലെങ്കിൽ ഇത്രയും ചൂടുള്ള ഒരു എണ്ണയിൽ നമ്മൾ മഞ്ഞപ്പൊടി ഡയറക്റ്റ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് മഞ്ഞപ്പൊടി കരിഞ്ഞു പോകും. അപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മസാല ഒന്നിടാം. ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേരുമ്പോഴും എന്നാ പറയുന്നറിയോ, നമ്മൾ ഇത് അരയ്ക്കുമ്പോഴത്തേക്കൊക്കെ വെള്ളം ചേർത്ത് വെച്ചല്ലേ അരയ്ക്കുന്നത്. അപ്പം ആ വെള്ളം കംപ്ലീറ്റ് പോയി ഈ ചേർക്കുന്ന പൊടിയുടെ പച്ചച്ചൊവ മാറി ആ പൊടി നല്ലോണം ഒന്ന് എന്താ പറയുക വഴന്ന് വെന്ത് ഒക്കെ വരണം. ഇതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകം, അത് കഴിഞ്ഞ് ഒരു സവാളയും കൂടെ ചേർത്ത് അരച്ചു വെച്ചേക്കുന്ന അളവ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കോഴി മേടിക്കുന്ന എത്ര കോഴിയാ അതനുസരിച്ചുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർക്കും. സാധാ കോഴിക്കറി വെക്കുന്ന പോലത്തെ അളവേ ഉള്ളൂ. ഇനി ഇതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചേർക്കാവേ. നെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാന്ന്. അപ്പൊ ഈ അരപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ നേരത്തെ ചേർക്കാന്ന് അറിയാലോ, അതിന്റെ ഒരു പെട്ടെന്ന് അങ്ങ് പുകഞ്ഞു പോവും. ഒരു 1/4 ടീസ്പൂണാണേ. ഈ അരപ്പിന്റെ കംപ്ലീറ്റ് എണ്ണമയം വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചോട് കട്ടിയുള്ള ഒരു പാത്രം അന്നേല് നമ്മൾ ചേർക്കുന്നൊക്കെ പടപടപടാ ആവും. അന്നേരത്തെ എന്തേണ്ട ഇപ്പൊ തന്നെ എണ്ണ അങ്ങ് തെളിഞ്ഞു. വേണമെങ്കിൽ ഒരു ഇച്ചിരി എന്താ പറയാ വെള്ളവും കൂടെ ഒഴിച്ചേച്ച എണ്ണയൊന്ന് തെളിയിക്കാം, കുഴപ്പമില്ല. അപ്പൊ എന്താ പറയാ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ചേർത്ത് അരപ്പൊന്ന് വെന്തല്ലോ എന്നുള്ളൊരു. ഈ കറി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ ഭയങ്കര ബ്രൗൺ കളർ അങ്ങനെ ആവത്തില്ല. ഇതൊരു എന്താ പറയുക ഒരു ബട്ടർ ചിക്കൻ ലെവല് അങ്ങനത്തെ ഒരു കറി, ആ ഒരു കളറില്ലേ അങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഒരുപാട് മൂപ്പിക്കുകയാണ് അരപ്പൊക്കെ, ചിലപ്പം കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇതേണ്ട നിങ്ങൾ നോക്കിയാൽ അറിയാം എണ്ണയെല്ലാം തെളിഞ്ഞു വരുക. അന്നേരം നെക്സ്റ്റ് നമ്മൾ തൈരും വെളുത്തുള്ളിയും കൂടെ കലക്കി വെച്ച പേസ്റ്റില്ലേ അതാ ചേർക്കുന്നത്. ഇതൊക്കെ ഓരോന്നായിട്ട് ചേർത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് വെള്ളം മുഴുവൻ പോയി അരപ്പ് മുഴുവൻ ഇതിനകത്തോട്ട് ഒന്ന് ചേരണം.
ഈ തൈരും വെളുത്തുള്ളിയും നമ്മൾ ചേർക്കുമ്പം ഈ പറഞ്ഞ പോലെ ബബിൾസ് വരുമ്പോൾ സൂക്ഷിക്കുക, മൂത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ ഹൈ ഫ്ലെയിമേ വെക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അതല്ല ദൂരെ നിന്നുകൊണ്ട് ഇങ്ങനെ കിളക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയേച്ച് നമ്മൾ ചേർത്തേക്കുന്ന ഡാൽഡ കംപ്ലീറ്റ് തെളിഞ്ഞു വരണം. അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റെ ആ ഒരു പച്ചച്ചൊവ മാറ്റി മാറ്റി തന്നെ നമ്മൾ എടുത്തേ വെക്കത്തുള്ളൂ. കണ്ടോ, ഇതൊക്കെ പെട്ടെന്ന് അതിൻ്റെ എണ്ണ തെളിയുന്നത് കണ്ടോ. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞതിന് ശേഷം, അതായത് ഈ ബബിൾസ് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് നമുക്ക് തക്കാളി ചേർക്കാനുള്ളത്. പക്ഷേ തക്കാളി ചേർക്കുമ്പോഴും ഈ തക്കാളിക്കകത്തും ഉണ്ട് വെള്ളമയം. അന്നേരം ആ വെള്ളമയവും പോയിട്ട് ഈ അരപ്പിനകത്തോട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മാഷ് ആവണം. ഇപ്പം ഞാൻ ഉള്ളി ഒരുപാട് മൂക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയി ഈ ഒരു ഗ്രേവി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കണ്ടോ, അതിങ്ങനെ ഓരോന്ന് ചേരുമ്പോഴും ആ ഒരു തിക്ക് ഗ്രേവി ആയി മാറും ചിക്കൻ കറിയുടെ. മറ്റത് ആ തിക്ക് ഗ്രേവി ആവുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ മിക്ക പേരും പറയാറുണ്ട്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, നമ്മൾ ആദ്യം ഉള്ളി വഴറ്റാൻ നേരം കുറച്ച് നല്ലതായിട്ടൊന്ന് മൊരിച്ചോ, ഒരു കുഴപ്പമില്ല, കരിയരുതെന്നേ ഉള്ളൂ. എൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നതുണ്ടോ. ഇത് എണ്ണ തെളിയുന്നത് എപ്പോഴും വെള്ളം പറ്റുമ്പോഴാണ്. ഇപ്പം ചേർത്തല്ല ഉള്ളൂ, എനിക്ക് വന്നൊരു ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ എന്നുവെച്ചാൽ ആ ഒരു പച്ചമണം ഇപ്പം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞേച്ച് ഞാൻ അടുത്ത് ചേർക്കുന്നുള്ളൂ. ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിയിൽ നിന്ന് മേടിക്കുന്ന ആ പേസ്റ്റ് വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതേപോലെ അരച്ചും ചതച്ചും ഒക്കെ എടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. കാര്യം മറ്റേത് ചേർക്കുന്നതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും ഒരിക്കലും പറയത്തില്ല. കാര്യം അത് ചീത്തയാന്ന് ഒരിക്കലും അല്ല. ചിലപ്പോൾ നമ്മുടെ അളവ് തെറ്റിപ്പോയാൽ നമ്മുടെ കുഴപ്പം കൊണ്ട് അളവ് തെറ്റിപ്പോയി, എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുക, അളവ് തെറ്റി പോവുകയെന്നല്ല അതിൻ്റെ രുചിക്കൊരു ഏറ്റക്കുറച്ചിൽ വരും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്കത് ചെയ്യാട്ടോ. വേണ്ടേ, എണ്ണ നല്ലോണം തെളിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി ചേർക്കാൻ പോവാം. ഇതൊരു 2 വലിയ തക്കാളി ഉണ്ടാവും. ഇതെല്ലാം കുഞ്ഞായിട്ട് അരിയുന്ന എന്നാന്നോ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതും നല്ലതായിട്ടൊന്ന് വഴന്ന് ആ അരപ്പുമായിട്ടൊന്ന് ചേരണം, തക്കാളിയായിട്ട് കാണരുത്. അതിനുള്ളൊരു ക്ഷമ ഈ കറി ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് വേണം. ഇനി ഇതൊരു ചൂട് കട്ടിയുള്ള പാത്രമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാനോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ദൈവാനുഗ്രഹിച്ച് ഇങ്ങനത്തെ പാത്രത്തിലൊന്നും ഇത് അടി പിടിക്കുന്നില്ല. ഇനി പിടിക്കുന്ന എപ്പോഴാണെന്നറിയാമോ, നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങായും ചേർക്കുമ്പോഴേ അത് പിടിക്കുന്നത്. എന്നാലും വേണ്ടിയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇളക്കി നോക്കുമ്പോൾ അറിയാമല്ലോ അത് അടി പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ തോന്നിയാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ അടി പിടിക്കുന്ന സ്ഥാനത്തെ ഒന്ന് ഇളക്കി വിട്ട് വേണം നമ്മൾ ഈ കറി ചെയ്യാനായിട്ട്. ഈ തക്കാളിയുടെ വെള്ളം ഇറങ്ങുമ്പോഴത്തേനുണ്ടല്ലോ നേരത്തെ ചേർത്തിരിക്കുന്ന ആ സ്പൈസസിൻ്റെയും അതിൻ്റെ എല്ലാം ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും എല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇപ്പം നമ്മൾ ആ ചേർത്തേക്കുന്ന ആ തൈരും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചത് അരപ്പ് ആയി. എന്നിട്ട് ആ ബബിൾസ് എല്ലാം പോയിട്ട് ആ എണ്ണ അങ്ങ് നല്ലോണം തെളിഞ്ഞു വന്നേക്കുക. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നതാ നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങായും കൂടെ അരച്ച് വെച്ചേക്കുന്നില്ലേ, അത് നെക്സ്റ്റ് ചേർക്കാൻ പോവാം. അതും ഇതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് പോകണം, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പച്ചച്ചോവ് വരുവേ. ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും കൂടെ എണ്ണ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അടി പിടിക്കും, എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇനി തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചേച്ച് ഇതുവരെ നമ്മൾ ഉപ്പിട്ടില്ല, അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പിടാൻ പോവാ. അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ ഉള്ള കൂട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എണ്ണ എടുക്കാൻ പോയാലും തീ കുറച്ചേ പോവുള്ളൂ. അതുവരെ അത്രയും അടി പിടിക്കുകയല്ല, പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ് ആയിട്ടും പാത്രത്തിന് അടി പിടിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇപ്പം നേരത്തെ നമ്മൾ ആ തക്കാളിയൊക്കെ ചേർത്തില്ലേ, ഇപ്പം നോക്കിയാൽ നമ്മൾ വയറ്റി ആ തക്കാളി ഓൾമോസ്റ്റ് അങ്ങ് അലിഞ്ഞ് ആ ഒരു ഗ്രേവി ആയിട്ട് ചേർന്നു. എന്നിട്ട് നമ്മുടെ ഗ്രേവിയുടെ ഇത് നോക്കൂ, ആ നല്ലൊരു കുറുക്കിയ ഒരു ഗ്രേവി ആയി മാറിയില്ലേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ഷമയോടെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും മിക്കവരും പറയും ഇറച്ചിക്കറി വെക്കുമ്പം വെള്ളം പോലെ കുറുകിയിരിക്കുന്നില്ല എന്ന്. അത് ഈ ഒരൊറ്റ മെത്തേഡ് ചെയ്താൽ മതി, ഉള്ളി മാക്സിമം മൊരിച്ചെടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്തോട്ട് ചിക്കൻ ചേർക്കുവാണേ. നമുക്ക് ശരിക്കും ക്ഷമയുണ്ടെങ്കിൽ ഉണ്ടല്ലോ
ക്ഷമയോടുകൂടി തീ കുറച്ച് വെച്ചേച്ച് അതിൻ്റെ കൂടെ നിന്ന് ചിക്കനിൽ നിന്ന് ഊറുന്ന വെള്ളം മാത്രം വെച്ച് ചിക്കൻ വേവിക്കുവാന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. അത് ഈ ചിക്കൻ എന്നല്ല, ഏതൊരു മീറ്റും അതിൽ നിന്ന് ഊറുന്ന വെള്ളം വെച്ച് വേണം ചിക്കൻ വേവാനുള്ളതെന്ന് പറയും. എന്നാലും അതിൻ്റെ സ്വാദ് വരുന്നത്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ വരും എന്നാണ് പറയുന്നത് ആ ഹോൾ കറിക്ക്. പരപ്പെല്ലാം നല്ലോണം നമ്മുടെ ചിക്കനേൽ പുരട്ടി ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറു ചൂടുവെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇത് നല്ല ചപ്പാത്തി അപ്പം ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു എന്താ പറയുക, ബട്ടർ ചിക്കൻ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫാമിലിയിലൊക്കെ പെടാം. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലൊരു വ്യത്യാസമല്ലേ. ദിസ് ഇസ് പഞ്ചാബി. അവരേറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഡാൽഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാ. പക്ഷെ അവരുടെ കറികൾക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്, എന്തോ ഒരു വ്യത്യാസപ്പെട്ട ടേസ്റ്റാണ് അത്. എനിക്കിഷ്ടം അവരുടെ ആ ടേസ്റ്റൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെന്നത്തിന് ഇവിടെ ഇരുന്നേച്ച് പഞ്ചാബി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേക്കാട്ടിലും നല്ല നമ്മുടെ വീട്ടിൽ നമ്മളിത് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കും അല്ലേ. ചിന്തിക്കണം എന്നല്ല, നമ്മൾ ചെയ്യണം. അതാണ് ഒരു വ്യത്യാസം. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മെനക്കട്ട ഏർപ്പാട് പിടിച്ചൊരു നീണ്ടു പിടിച്ച ഒരു ചിക്കൻ കറി പറഞ്ഞു തന്നൂന്നേ, അങ്ങനെ വിചാരിക്കല്ലേ. ഇത് നല്ലപ്പോഴേലും ഉണ്ടാക്കിയാലുണ്ടല്ലോ ഒരു വ്യത്യാസമായിട്ട് പിള്ളേർക്ക് എന്നും കൊടുക്കുന്നതെന്ന് ഒരു ചേഞ്ച് ആയിട്ട് കൊടുക്കാം. നമ്മൾ അമ്മമാർ ശ്രമിച്ചില്ലേ പിന്നെ ആര് ശ്രമിക്കാനാ. നമ്മുടെ പിള്ളേരും കഴിക്കട്ടുന്ന എല്ലാ സ്ഥലത്തെയും ഓരോ രുചികൾ നമ്മുടെ കുഞ്ഞുങ്ങളും അറിയട്ടെ. അതിന് നമ്മൾ അമ്മമാർ വിചാരിക്കണ്ടേ, എന്നല്ലേ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ ഈ പഞ്ചാബി ചിക്കൻ ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ സീനത്തേച്ചിയായിരുന്നു നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. സീന ചേച്ചീനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫസ്റ്റ് സീസണിലും ചേച്ചി വന്നിട്ടുണ്ട്. പക്ഷെ ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പം ഒരു വ്യത്യാസമായിട്ടുള്ള ഡിഷാണ് കൊടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്നും കഴിക്കുന്ന പോലത്തെ വേണ്ട, ഒരു വ്യത്യാസം. അത് പക്ഷേ കോഴിക്കോടിൽ നിന്ന് വരുമ്പം നമ്മുടെ ഈ കറിയൊന്നും പോവുകയല്ല, വില പോവുകയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം സൈഡ് കോഴിക്കോട് സൈഡൊക്കെ ഇന്ന് കഴിക്കുന്ന സാധനമല്ല നാളെ കഴിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു കലവറ തന്നെയാണ് അത്. അതുകൊണ്ട് നമുക്ക് അവരോടായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കും ശ്രമിക്കാമല്ലോ. ശ്രമം എല്ലാത്തിൻ്റെയും ഒരു സക്സസ് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നീണ്ടു പിടിച്ചൊരു ചിക്കൻ കറിക്ക് ഒരു വൃത്തിയാക്കൽ വേണം. സീനത്തേച്ചി വരുമ്പോൾ ആദ്യം, ചേച്ചിമാരൊക്കെ വരുമ്പോൾ ആദ്യം അടുക്കളയാണോ വീടാണോ എന്നങ്ങനെയല്ലല്ലോ നോക്കുന്നത്. നീ എന്താ അത് ചെയ്യാത്ത, നീ എന്താ ഇത് ചെയ്യാത്ത എന്നുള്ളൊരു കുറ്റം മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. അതിനുള്ളൊരു അവസരം നമുക്ക് കൊടുക്കണ്ട. ചിക്കൻ കറിയെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വേറെ ഒരു പരിപാടി ഇതിനകത്തില്ല. നമ്മൾ ഒഴിച്ച് എണ്ണ തെളിയുക, അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുക. പിന്നെ ഉപ്പ്, എരു ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോണം. എരു ഇനി വേണം എന്നുണ്ടെങ്കിൽ, മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഇച്ചിരി മൂപ്പിച്ചേച്ചിനകത്തോട്ട് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുളക് പൊടി ചേർക്കുമ്പോൾ ആ ചേർക്കുന്ന ഇതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് വെന്തതിന് ശേഷം സീനത്തേച്ചിയുടെ കുറേ വിശേഷങ്ങളും ഒത്തിരി കാലമായി കണ്ടിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കണ്ടാലോ. എത്ര നാളായി ചേച്ചി കണ്ടിട്ട്? അതെ, കുറേ വർഷം. കഴിഞ്ഞ സീസണിൽ വന്നു, നമ്മൾ നല്ല ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. അതിനുശേഷം ഒരു ഫംഗ്ഷന് കണ്ടു, ഇത്രേ കാണുന്നുള്ളൂ. വിളിയില്ല, പറച്ചിലില്ല, ഒന്നുമില്ല. പക്ഷേ സീനത്തേച്ചിയും ഞാനും എപ്പോൾ കണ്ടാലും ആ ഒരു പഴയ റിലേഷൻ, ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു സന്തോഷം, ആ ഒരു ചേച്ചി എന്നുള്ള ഒരു സ്ഥാനം എല്ലാം ചേച്ചിക്ക് ഇപ്പോഴും, അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലാസ്റ്റ് ബർത്ത് വരെ അതെന്നും ഉണ്ടാവും അല്ലേ ചേച്ചി? ആ ഒരു ശ്വാസം നിൽക്കുന്നിടത്തോളം കാലം ദൈവം തമ്മിൽ അനുഗ്രഹിച്ച് ആ ഒരു റിലേഷൻ എപ്പോഴും ഉണ്ടാവും. അതല്ലേ എപ്പോഴും വേണ്ടേ, ഒരു റിലേഷൻസ് എപ്പോഴും ബോണ്ട് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ റിലേഷൻസിനെ എപ്പോഴും വിളിക്കണം പറയണമെന്നൊന്നുമില്ല. സത്യം. അത് എപ്പോ കാണുമ്പോഴും നമ്മൾ ആ സമയത്ത് തൊട്ട് മുന്നേ കണ്ട പോലെയാണ്. സത്യം ചേച്ചി. കാര്യം എന്താണെന്നറിയോ, ഈ ഒരു റിലേഷൻ ഇങ്ങനെ നമുക്ക് വരാൻ കാര്യം നമ്മൾ ആ പടമൊക്കെ എന്ത് രസമായിട്ട് എൻജോയ് ചെയ്ത്. പാർവതി പരിണയം. സത്യം. പാർവതി പരിണയുണ്ട്, സ്വപ്നലോത്ത ബാലഭാസ്കർ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോ ചേച്ചി, ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്, എനിക്ക് പരിചയമില്ല. പക്ഷെ ചേച്ചിയുടെ ഒക്കെ ഒരു സഹകരണം എന്ന് പറഞ്ഞതും എന്നെ എത്രമാത്രം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഭയങ്കര വലുതാണ്. ചിലപ്പോൾ ആ ഒരു റിലേഷൻ ആയിരിക്കും നമുക്ക് ഇന്നും ആ ഒരു ബോണ്ട് നിൽക്കുന്നത് അല്ലേ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാൻ ഒത്തിരി വിശേഷമുണ്ട്. ചേച്ചി ലാസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഷോയിലാ കണ്ടേ, എന്ന് വെച്ചാൽ ചേച്ചിയുടെ വിശേഷമൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു ഇത്രയും വർഷത്തിന് ശേഷം ഉണ്ടല്ലോ, എന്നാ ഒരു ചേഞ്ചാ ചേച്ചിക്ക് വന്നേക്കുന്നറിയോ. ഞാൻ റീലുകൾ കണ്ടു. എന്നാ ചേച്ചി ജിമ്മിലൊക്കെ പോയിട്ട് ഞാൻ ആ ഒരു കയറെടുക്കണമെങ്കിൽ 3 ദിവസം എടുക്കും. ചേച്ചി എന്നാ രസമായിട്ടാണ് ചേച്ചി ചെയ്യുന്നത്. ഇതൊക്കെ എപ്പോഴും ആരോഗ്യമാണല്ലോ ഏറ്റവും വലുത്. പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ആരോഗ്യത്തിന് കൊടുക്കണം. അത് സത്യം അല്ലേ. പിന്നെ ചേച്ചി പക്ഷെ ഇതൊക്കെ ഭീകരായി കേട്ടോ. ചേച്ചി ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ എന്നാ ചേച്ചി എപ്പോഴേ തീരുമാനമൊക്കെ എടുത്തേ?
ഇത് മോനൊക്കെ ജിമ്മിൽ പോകാൻ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നില്ല ജിമ്മിൽ പോകാൻ. അത് യോഗയൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. സ്ത്രീകൾക്ക് ജിമ്മ് പോയാൽ അങ്ങനെ അത് മസിൽസ് ഒക്കെ വരും എന്നുള്ള ഒരു ഇതൊക്കെയാണ്. അങ്ങനെ ചേച്ചി നമ്മൾ ഭയങ്കര വെയിറ്റ് ഒന്നും എടുക്കുന്നില്ലല്ലോ. ഭയങ്കര വെയിറ്റ് എടുത്താലേ മസിൽ വരത്തുള്ളൂ. അല്ല, അത് മസിൽ വരണമെങ്കിൽ അവർ പറയുന്നത് വേറെ അതിൻ്റെതായിട്ടുള്ള ഫുഡ് കഴിക്കുക, അത് ഹെവി ആയിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അല്ല, നമ്മളതൊന്നും ഇല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് ചേച്ചിക്ക് എന്നെ കൊണ്ട് പറ്റിയല്ലേ ഉള്ള നേരെ പറയാലോ. പക്ഷെ അതൊക്കെ ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. നമുക്ക് ഒരിക്കൽ കണ്ട പറഞ്ഞു, എന്താ അവിടെ പോയി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ചേച്ചിക്ക് ശരിക്കും പിള്ളേർ പോയിട്ടുള്ള മോട്ടിവേഷൻ ആണോ അതോ മക്കളാരും പറഞ്ഞതാണോ? അല്ലല്ല, എനിക്ക് കുട്ടികളാണ് എന്നെ വിളിച്ചത്. മോനും വൈഫും അവിടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ നിർബന്ധിച്ച് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു, ജിമ്മിലേക്ക് ഞാൻ ഇല്ലാന്ന് പറയും. പക്ഷെ അവര് നിർബന്ധിച്ചു കൊണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചി എത്രയോ വയസ്സ് പുറകോട്ട് പോയി എത്രയോ ഒരു കൊച്ചുകുട്ടിയായ ഒരു ഫീലിംഗ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, ആ ഒരു എനർജി നമുക്ക് വരത്തില്ലേ ചേച്ചി ശരിക്കും അത് ചെയ്യുമ്പോൾ? എനർജി ഉണ്ട്, പൊതുവെ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണല്ലോ ജിമ്മ് പോവാൻ തോന്നുന്നത്. അപ്പൊ നല്ലതാ ശരിക്കും ജിമ്മ് ചേച്ചി. അപ്പം അങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട്, അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്ത്രീകളാണല്ലോ. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എന്റെ ചേച്ചി നമ്പർ 1 മടിയാണ്. നാളെ എന്നൊരു വാക്കുള്ളിടത്തോളം കാലം ഞാനൊക്കെ ജീവിച്ചു പോവാണ്. നാളെ ജിമ്മിൽ പോവാം, അല്ലെ നാളെ നടക്കാം. നാളെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യുന്നുണ്ടാവില്ല, നടക്കില്ല. അല്ല, എനിക്ക് എന്താ പറയാ, സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള എന്നെ പോലത്തെ സ്ത്രീകളോട് എനിക്ക് ഒന്നേ പറയാം, സ്ത്രീകളോട് പുരുഷന്മാരോടൊന്നല്ല, നമുക്ക് വേണ്ടി കുറച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പലരും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച പണ്ടത്തെ കലാകാരന്മാരൊക്കെ അങ്ങനെയാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല, കുറച്ച് നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മളെ സന്തോഷം, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. അതിൽ പെടുന്നതാണ് ഈ ജിം. ഫോർ എക്സാമ്പിൾ ചേച്ചി പറയുന്നത് നമ്മുടെ ശരീരം ഒന്ന് മെലിഞ്ഞ് നീറ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ടേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ അത് മാറ്റി വെച്ച് വേറെ പണിക്ക് പോകരുത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജോലി തീർച്ചയായിട്ടും ഇത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. പണ്ടത്തെ എനിക്കറിയാം ഉമ്മയൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാല്, എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഉമ്മ കഴിക്കുന്നത്. മാത്രമല്ല, പല സ്ത്രീകളും ചെയ്യുന്ന എന്താ വെച്ചാൽ ഇപ്പൊ അവര് ബാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്ത് കഴിക്കുക എന്നുള്ള സാധനം. നമ്മളതൊന്നും ചെയ്യില്ലല്ലോ. അതില്ല. ഇപ്പത്തെ ആൾക്കാർ ഞാൻ പഴയതാണെങ്കിലും ഇപ്പത്തെ കാലഘട്ടത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നേ, മനസ്സിലായില്ലേ? ഞാനതൊന്നും ചെയ്യില്ല ചേച്ചി. കാര്യം എന്നാന്ന് വെച്ചാൽ ചേച്ചി ഇപ്പൊ പറഞ്ഞ ശരിയാ, ഞാനും അത് കേട്ടിട്ടുണ്ട്, അമ്മമാർ അങ്ങനെ ചെയ്യുന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കലോ ചരിത്രമൊന്നും പണ്ടില്ല. പക്ഷെ ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആ പരിപാടിക്കില്ല. എല്ലാവർക്കും ഒരുപോലെ ഒരു സാധനം ഉണ്ടാക്കി വെക്കും, എല്ലാവരും ഈക്വൽ ആയിട്ട് കഴിക്കണം. കാര്യം അവരെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ആരോഗ്യം വേണം. അതാ പറഞ്ഞേ. ചേച്ചി ശരിക്കും ചേച്ചി പഴയ കാലം നമ്മൾ പറയുമ്പോഴും ഇപ്പത്തെ കാലത്തെ പറ്റി പറയുമ്പോഴും ചേച്ചി പറയുന്നല്ലോ പഴയ കാലത്തൂടെ സഞ്ചരിച്ച ഇപ്പത്തെ ന്യൂ ജനറേഷൻ ആണ് ചേച്ചിയും. പക്ഷെ ആ പഴയ കാലം നമ്മൾ എപ്പോഴും സ്മരിക്കുമ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് ആണ് എപ്പോഴും, ഏതൊരു കാര്യത്തിലായാലും ശരി. ഇപ്പൊ നമ്മൾ പ്രൊഫഷണലി ആയാലും ശരി, പാട്ടിലായാലും ശരി, ഏതായാലും നമുക്ക് തന്നിരിക്കുന്ന ഒരു ബേസ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം, നല്ലൊരു അടിസ്ഥാനം തീർച്ചയായിട്ടും ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ഇത് ചേച്ചി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ നമുക്ക്? അല്ല, പഴയ ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പഴയ ആളുകൾക്ക് ഇപ്പം സംഗീത സംവിധായകർക്കാണെങ്കിലും ഒക്കെ അവർക്ക് കടന്നു വന്ന ചില വഴികളുണ്ട്. അപ്പം അതിൽ നിന്നാണ് സംഗീതം ചെയ്യുമ്പോൾ ആ ഒരു ഒരു ദുഃഖമുണ്ട്. പഴയ പാട്ടുകളിലെല്ലാം തന്നെ ചെറിയൊരു ദുഃഖമുണ്ട്, മെലഡീസിലൊക്കെ തന്നെ അത് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴെ കുറ്റം പറയല്ല, ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നതാണ്, ഇപ്പൊ സംസാരമാണ് കൂടുതലും, സംഗീതത്തെക്കാൾ കൂടുതൽ വർത്താനം പറയുന്നതാണ്. അപ്പൊ അത് നല്ല ഹിറ്റാവും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് മങ്ങിപ്പോവും. പഴയ പാട്ടുകൾ ഇന്ന് ചെറിയ കുട്ടികൾ പോലും പഴയ പാട്ടുകളാണ് എടുക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന ജീവിതം അങ്ങനെയാണ്. എല്ലാവരും 1-2 കുട്ടികളുണ്ടാവും, ചെറിയൊരു ഫാമിലി, അവിടെ വേറെ ആരും വരുന്നില്ല. പിന്നെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണ്, അവര് കളിക്കുന്നില്ല, കളിക്കാൻ പോലും വിടുന്നില്ല കുട്ടികൾ. ഇല്ല, പറമ്പ് എന്താണെന്ന് അറിയുന്നില്ല. മാത്രമല്ല, ഇപ്പൊ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മളെയൊക്കെ എല്ലാവരും വഴക്ക് പറയും, എന്നത് ഈ വീട്ടിനകത്ത് കയറി ഇരിക്കുന്നു, പോയി കളിച്ചൂടെ? കളിയാണ് മെയിൻ. അപ്പോ എന്താ പറ്റുന്ന വെച്ചാൽ പിന്നെ അതേപോലെ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോ ഒക്കെ വായി നോക്കി. ഇപ്പത്തെ കുട്ടികൾ ആരെയും വന്നാൽ തന്നെ അവർ നോക്കുക പോലും ഇല്ല, അകത്തേക്ക് പോകും കുട്ടികൾ. നമുക്ക് ശല്യമാവണ്ട, അതും ഉണ്ടെങ്കിൽ പോകും. അപ്പൊ അതുകൊണ്ട് എന്താ പറ്റുന്നത്, ഞാൻ പറയുന്നത് ഇപ്പത്തെ കുട്ടികളോട് ഈ വഴക്കൊന്നും പറയില്ല. ഇവർ വലിയ ആൾക്കാരെ പോലെ കുട്ടികളെ കാണുന്നത്. അപ്പൊ അവർക്ക് കൊച്ചു കൊച്ചു പ്രശ്നം പോലും അവർക്ക് വലുതായി തോന്നുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. പല കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അമ്മ വഴക്ക് പറഞ്ഞു, മറ്റൊരു വഴക്ക് പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൂട്ടുകുടുംബം എന്നുള്ള സാധനം മസ്റ്റാണല്ലേ ചേച്ചി? ശരിയാണ്. ഇല്ലായ്മയും കൊടുത്തും അറിഞ്ഞും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ശരിയാ ജോയിന്റ് ഫാമിലി പൂർണ്ണമായി ഞാൻ സമ്മതിച്ചു. ഇനി വരാൻ പോകുന്നില്ല. അതില്ലാത്തതിന്റെ കുഴപ്പം ശരിക്കും ഉണ്ട്, കുട്ടികൾ അനുഭവിക്കുന്ന. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലാത്തതും, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടും. പിന്നെ അവർക്ക് സംസാരിക്കാൻ ആളില്ല. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പറയാൻ ആളില്ല വീട്ടില്. ശരി, അച്ഛനും അമ്മയും ബിസിയാണ്.
ഇപ്പം ഈ ഫോണും കൊണ്ട് അല്ലെങ്കിൽ അവരിയ്ക്കും, ഇവർ മിണ്ടായിരിക്കാൻ വേണ്ടി ഫോണ് കൈ കൊടുക്കും. അപ്പൊ അവർക്ക് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ആ ഉള്ളിൽ ആ പ്രശ്നങ്ങൾ കിടക്കുക. ആ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. 12 വയസ്സുള്ള കുട്ടി ഇപ്പം അടുത്ത് പറഞ്ഞിട്ടില്ലേ ഫോൺ പോയി എന്നൊക്കെ, അതൊക്കെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വരുന്നതാണ്. ശേഷി ശരിക്കും പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകളൊക്കെ ഒത്തിരി കുറഞ്ഞായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. കുറേ മാറി ഇല്ലാന്ന് തന്നെ പറയാം. ഇല്ല, ഇപ്പൊ ചേച്ചി തന്നെ ഞാൻ പറയട്ടെ, ചേച്ചി ശരിക്കും ജിമ്മിലും ഒക്കെ പോയി വന്നിട്ട് ഇതായത് ഫിലിംസ് കൂടുതൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ആ ലുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടിരിക്കുന്നൊക്കെ. അങ്ങനത്തെ കിട്ടിയാൽ നല്ല കാര്യം, പക്ഷെ കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ചേച്ചിക്ക് പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമല്ലേ? സ്റ്റിൽ ചേച്ചിക്ക് ആ ഒരു നടി എന്നുള്ളൊരു നല്ല എന്താ പറയാ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ സേന ചേച്ചിക്ക് അങ്ങനെ ഓഫേഴ്സ് വരാത്തോ ക്യാരക്ടേഴ്സ് ഉണ്ടാവാഞ്ഞിട്ടാണോ ചേച്ചി? ചേച്ചിയുടെ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവുക പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ആരെയും വിളിക്കാനോ ഒന്നും പോവില്ല. കാണുമ്പോഴുള്ള സംസാരവും കാര്യങ്ങളും മറന്നു പോകും ശരിക്കും. ഇപ്പൊ ഒരു സിനിമ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിളിക്കുകയും എന്തൊക്കെ വിളിച്ചുകൊണ്ട് സിനിമ കിട്ടണമെന്നില്ല, പക്ഷെ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ട് വിളിക്കാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചേച്ചി ഇപ്പൊ സ്റ്റേജിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഒരു സ്റ്റേജ് പെർഫോമൻസ് ബൈ എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പം ഫിലിമിന്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ ചേച്ചി സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇരട്ടി സ്ട്രെസ് ഇരട്ടി സ്ട്രെയിനും ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ശബ്ദത്തിലൂടെയാണത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ചേച്ചി ഒരു ഫിലിമിൽ ഒരു ക്യാരക്ടർ പലത് ചെയ്യുമ്പോൾ ഒരു സക്സസ്സാ അല്ലേ? അത് കിട്ടാതെ പോകുന്നതിൽ നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ? വിഷമം ഞാൻ അങ്ങനെ വിഷമിച്ചിട്ട് എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കാറേ ഇല്ല. അപ്പൊ ചേച്ചിയുടെ ആ സമയത്തൊക്കെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. മനസ്സിലായില്ല, ഞാൻ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്തു, ഞാനിൽ നല്ല റോള് ചെയ്തു. അത് ശരി. അന്ന് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? രണ്ടാം നാൾ നടന്ന സിനിമ നന്നായിട്ട് ഇപ്പൊ യൂട്യൂബിലുണ്ട്. അതെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് റോളില്ല അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം, അത്രയേ ഉള്ളൂ. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമ എഴുതി, അത് ആ പ്രൊഡ്യൂസറേയും കിട്ടി, മറ്റൊന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. ചേച്ചിക്ക് അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ചേച്ചിക്ക് അപ്പം അതിൽ ഭയങ്കര തൃപ്തിയുണ്ട് എഴുതുന്നതിൽ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മോർ ദാൻ ആൻ ആർട്ടിസ്റ്റ് അതിൽ ചേച്ചി ചേച്ചി ഇപ്പം എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ പറയാം, ചേച്ചി ഈസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ഭയങ്കര ഒരു റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത് ഒരു ഒറ്റ നമുക്കത് എല്ലാവർക്കും അറിയാമോ, ഒരു ഒറ്റ സീൻ കാണുമ്പോൾ ഗോഡ് ഫാദറിൽ ഒരു ഒറ്റ സീൻ കാണുമ്പോൾ നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റ് എന്തോരം പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ചേച്ചി അറിയപ്പെടുന്നതും ആസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷേ എഴുതാൻ തുടങ്ങിയത് പിന്നെയാണ്. ചേച്ചി ബേസിക്കലി ചേച്ചിയുടെ ഉള്ളിലൊരു കലാകാരി കിടപ്പുണ്ട്. അത് ചേച്ചിയുടെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എഴുത്തി കൂടെയാണോ ആർട്ടിസ്റ്റ് കൂടെയാണോ? അല്ലാതെ രണ്ടും സാറ്റിസ്ഫാക്ഷൻ രണ്ടും. എഴുതിയിട്ട് നമ്മളത് സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ് അല്ലേ? എഴുതാൻ പറ്റുക, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുക, അത് അതുപോലെ തന്നെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അതിനും അതിൻ്റെതായ ഒരു ഒട്ടും അഭിനയിക്കാൻ പറ്റാത്ത ഒരാളെ അത് പ്രാക്ടീസ് ചെയ്ത് അഭിനയിപ്പിക്കാൻ പറ്റും, പക്ഷെ എഴുതാൻ പറ്റില്ല. വാക്കുകൾ വേണം, അതിൻ്റെതായ രീതിയിൽ അതിന്റെ ഒരു ഫ്ലോ വരണം അല്ലേ? പക്ഷേ അത് എഴുതുമ്പോൾ എനിക്ക് ഗുണം എന്താ വെച്ചാൽ അതിങ്ങനെ മനസ്സിലുണ്ടാവില്ല. നമ്മളൊരു സീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആളെങ്ങനെ പറയാന്നുള്ള ആ വേർഡ്സ് ഒക്കെ എഴുതുന്ന സമയത്ത്. അപ്പൊ എഴുതുമ്പോൾ വിഷ്വൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത്. ശരി. അപ്പൊ സ്ക്രിപ്റ്റ് ചേച്ചിക്ക് എപ്പോ എഴുതാം എന്നൊരു ഉള്ളിൽ ആ തോന്നൽ വന്ന എപ്പോഴാ? ചേച്ചി ഇതുവരെ എഴുതിയിട്ടില്ല, അതിനൊരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ചേച്ചി ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ വേറൊരു മേഖലയെ പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചേച്ചി ചിന്തിച്ചത്. അപ്പൊ ചേച്ചിക്ക് എഴുതാനുള്ള കഴിവുണ്ടെന്നും എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ചേച്ചിക്ക് എപ്പോഴാണ് സെൽഫ് റിയലൈസേഷൻ? അത് ചെറുപ്പകാലത്ത് തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും ഡയറി എഴുതുക അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എഴുതുന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കൊച്ചു ഡ്രാമ എഴുതും. നമ്മളെ പിന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് അവിടെ അസോസിയേഷനിൽ അവിടെയൊക്കെ ഞാൻ ഡ്രാമ എഴുതും. അപ്പോൾ ചെറിയ ത്രെഡുകൾ ചെയ്യുമ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇവർ നല്ലത് നന്നായി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഓരോ ത്രെഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രാമ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം എഴുതിയത് ഒരു ഡ്രാമയാണ്. അത് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാൻ വരുമായിരുന്നു. അതാണ് ആദ്യം എഴുതിയത്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ജോസ് തോമസ് പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ത്രെഡ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ത്രെഡ് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് സിനിമയാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഡ്രാമയാണ് ശരിക്കും, അത് സിനിമ എന്നുള്ള ചിന്തയിൽ ഞാൻ പോയിട്ട് പോലും ഇല്ല. അപ്പോൾ ഡ്രാമയും മറ്റതും വ്യത്യാസമുണ്ട്. നാടകം എഴുതുമ്പോൾ അത് സംഭാഷണം മാത്രമേ ഉണ്ടാവുള്ളൂ.
ബാക്കി നമ്മൾ അവതരണത്തിലാണ് കൊണ്ടുവരുന്നത്. സിനിമ അങ്ങനെയല്ലല്ലോ, തിരക്കഥ സംഭാഷണം എന്നൊക്കെ വേറെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്നാലും ഇത് കേൾക്കണം. ത്രെഡ് കേട്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് വന്ന് വായിക്കുമ്പോൾ ഒരു സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറും സംഭാഷണം മാത്രം, കുറെ ഡയലോഗ്സ് മാത്രം. അത് അങ്ങനെയാണ്. അത് വന്ന് കേട്ടു. പക്ഷെ അപ്പൊ ചേച്ചിക്ക് ശരിക്കും ഉള്ളില് ആ തിരിച്ച ആ ഒരു കല സ്റ്റേജിലേക്കുള്ള ഒരു അതൊക്കെ ഇപ്പം ഇല്ല, അന്യം നിന്ന് പോവുക. ഞങ്ങളിപ്പോ അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് തിരിച്ച് റീക്രിയേറ്റ് ചെയ്യുവാണോ? അത് ചേച്ചി ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരാൻ പോവാണോ? അതെ, അത് നല്ല കാര്യമല്ലേ ഇപ്പത്തെ ജനറേഷനിൽ. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത ഓണത്തിന് അത് ഇറക്കാനുള്ള പരിപാടിയാണ്. വെരി ഗുഡ്. അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പൊ ചേച്ചി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചേച്ചി ആ ഫസ്റ്റ് ഗോഡ് ഫാദർ ഫിലിമിൽ ചെയ്യുമ്പോൾ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ഇതൊരു ഭയങ്കര ഒരു ബോൾഡ്, അത് ചേച്ചിയുടെ ഏത് പ്രായമായിരിക്കും? അത് വളരെ ചെറുപ്പം. വളരെ ചെറുപ്പം. പക്ഷെ അത്രയും ഒരു മെച്ചോർഡ് ക്യാരക്ടറാണ് അത് ചെയ്യുന്നത് അല്ലേ? അന്ന് ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ആ ഒരു പ്രായമാണ് എൻ്റെതെന്നോ എൻ്റെ രൂപം അങ്ങനെയാണെന്നൊന്നും ഡയറക്ടർക്ക് അറിയില്ല. അപ്പൊ എന്നെ വിളിച്ച് എന്നെ കണ്ടപ്പോൾ കുറച്ചു നേരം നോക്കി, അയ്യോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അതിലുള്ള കുറെ നല്ല പ്രായമുള്ള ആള്, നല്ല തടിയുള്ള സ്ത്രീ, കറുത്തടിച്ചൊരു സ്ത്രീ, അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഒരു പയ്യനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നിർത്തുന്ന ഒരു സ്ത്രീയാണ്. അയ്യോ ഇത് പറ്റില്ല, ഇത് ഈ റോള് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മേക്കപ്പ് മാൻ മണിയണ്ണൻ പറഞ്ഞു, അല്ല സാറേ നമുക്കതൊന്ന് മേക്കപ്പ് ചെയ്തൊക്കെ ശരിയാക്കാം, നമുക്കൊന്ന് മുറുക്കിയാലൊക്കെ ഒന്ന് ശരിയാക്കുന്നു. മുറുക്കിയപ്പോൾ അതിലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് പിന്നെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത പുതിയ ആളല്ലേ വരുന്നേ. അപ്പോഴത്തേക്ക് ഡയറക്ടർമാരുടെ എണ്ണം അങ്ങ് കൂടുമല്ലേ, ഇവർ ഓരോരുത്തരും വന്ന് എന്നെ ഡയറക്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സിദ്ദിഖ പറഞ്ഞു പാക്കപ്പ് എന്ന് പറഞ്ഞു. എല്ലാവരും കഴിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡയറക്ടർമാരുടെ എണ്ണം കൂടുതലാണ്, നാളെ എടുക്കാൻ ഷോട്ടെ. പിന്നെ അത് പിറ്റേന്ന് വന്നിട്ടാണ് അതിന്റെ ക്ലോസ് ഒക്കെ എടുത്ത്, രാവിലെ വന്നിട്ട് ആരുമില്ലാത്ത സമയത്ത് വന്നിട്ട് ക്ലോസ് ഒക്കെ എടുത്തിട്ട് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ചേച്ചി പഴയ കാലത്തെ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ജനറേഷനും ഭയങ്കര രസമല്ലേ? അവരിപ്പോ ഭയങ്കര എളുപ്പത്തിലെല്ലാം ചെയ്യുന്ന മാതിരി ഒരു ഫീലിംഗ് ഇല്ലേ ഇപ്പത്തെ നമ്മുടെ ജനറേഷൻ? അവർക്ക് ഈസി ഗോ. ഞാൻ ഇപ്പത്തെ പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നു. സത്യം, ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നു. ചെറിയ ത്രെഡാണ് അവര് ഇന്ന്. പണ്ടത്തെ സിനിമകളൊന്നും അങ്ങനെയല്ലല്ലോ, ഒരുപാട് കഥ നല്ലത് വേണം, സംഭാഷണം. ഇത് കുഞ്ഞി ത്രെഡായിരിക്കും, അതങ്ങോട്ട് വികസിക്കുകയാണ്. പിന്നെ അത് നമ്മളെ തന്നെ ഇരുന്ന് സത്യം നമുക്ക് ഇപ്പത്തെ ഡേ ടു ഡേ ലൈഫിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് നമുക്ക് അവരുമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ തന്നെ നമ്മളെ തൊട്ട വീട്ടിലുള്ള ആൾക്കാരാണ്. കറക്റ്റ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്കൊക്കെ സിനിമകളില്ലാത്തത്. അങ്ങനത്തെ ആളുകൾ, ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ആ ഒരു നാടൻ പെണ്ണോ അല്ലെങ്കിൽ മോഡേൺ എന്താകട്ടെ ആ ഒരു രൂപം സെലക്ട് ചെയ്യാണ്. അവിടെ താരങ്ങളില്ല. അതെ സത്യ, ക്യാരക്ടർ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, ചേച്ചി ഇപ്പം ഫിലിം ഡയറക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴും ഒക്കെ ചേച്ചിയുടെ ഉള്ളിലുള്ള ജോണേഴ്സ് എങ്ങനത്തെ ആയിരിക്കും? അത് ഫാമിലി ബേസ്ഡ് ആണോ? എനിക്ക് ഫാമിലി ഉണ്ട്, കുറച്ച് ഫാമിലി ആണ്. ഞാൻ അത് കുറച്ചൊരു വേറെ ടൈപ്പാ. സസ്പെൻസ് ഇട്ട് പറയല്ലേ, ഞങ്ങൾ പ്രേക്ഷകർ പാവങ്ങളല്ലേ, കേട്ടു പോട്ടെ. അല്ല, അത് വേറൊരു ഇപ്പൊ ഫാമിലി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കഥ തന്നെയായിരുന്നു. ഒരു പെൺകുട്ടി, പിന്നെ നാട്ടിൻപുറത്തുള്ള ഒരു പെൺകുട്ടി ഒരു ജോലിക്ക് വരികയും ജോലിക്ക് വന്ന് ഒരു കാടിലുള്ളൊരു വീട്, പിന്നെ വന്നതിൻ്റെ 2ാമത്തെ ദിവസം ആ പെൺകുട്ടിയെ കാണാതെയാവുകയും ഈ വീട്ടിലെ 2 വയസ്സായ അച്ഛനും അമ്മയും അകത്തും പുറത്തേക്ക് പൂട്ടിയിട്ട് പിന്നെ വീടിന് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഡയറക്ഷൻ എന്നൊരു ഫീൽഡ് ഉണ്ടല്ലോ, അപ്പൊ ചേച്ചി ഡയറക്ട് ചെയ്തു, ഒരു ഫിലിം ഡയറക്ട് ചെയ്തപ്പോഴത്തേക്ക് ചേച്ചിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല സത്യത്തിൽ. എനിക്കത്ര ആദ്യം എനിക്ക് പേടിയാണ്, പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ശരിയാ, സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട്, ചില്ലറ കാര്യമൊന്നും അല്ല. അതിൽ ഞാൻ അഭിനയിക്കും കൂടെ ചെയ്തപ്പോഴേ. ചേച്ചി അഭിനയിച്ചപ്പോ ചേച്ചിനെ ആര് ഡയറക്ട് ചെയ്തു? അസോസിയേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ചേച്ചിയുടെ പ്ലസ് മൈനസും ഒക്കെ ചേച്ചിയുടെ ഉള്ളിലുള്ള സാധനം ചേച്ചി ഓക്കെ ആണോ എന്ന് പുള്ളി പറയും ആസ് എൻ ആർട്ടിസ്റ്റ്. പിന്നെ അവിടെ ഞാൻ ആർട്ടിസ്റ്റ് മാത്രമാവും, അവിടെ ഡയറക്ടർ അല്ല. ഓക്കെ, ചേച്ചിക്കായിട്ട് കോൺട്രിബ്യൂഷൻസ് പിന്നെ നമ്മൾ സെറ്റിൽ വന്നപ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യാനോ മാറ്റം വരുത്താനോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ചില സീൻ, ചില ഡയലോഗ്സ് ഒക്കെ ഒന്ന് തിരുത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് അതൊരു വലിയ പ്രശ്നമല്ലായിരുന്നു ആസ് എ ഡയറക്ടർ? ഇല്ല. അപ്പൊ അത് കോൺഫിഡൻസ് ലെവൽ കൂടി? ഇല്ല, അത് ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കും, നമുക്ക് മനസ്സിലായില്ലേ. അങ്ങനെ ആവില്ല. എന്താ പറയാ ചേച്ചി, നമ്മളൊരു സാധനം ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പേടിയായിരിക്കും, അത് ചെയ്യണമെങ്കിൽ. എനിക്കത് ഉണ്ടായിരുന്നില്ല ഒരു കോൺഫിഡൻസ്. പക്ഷെ ഇപ്പൊ എനിക്ക്
ആത്മവിശ്വാസം കുറച്ച് കൂടുതലുണ്ട് എന്ന് തന്നെ പറയാം. അത് ചെയ്ത് ഓൾവേസ് കാരണം ഞാനത് ചെയ്ത സമയത്ത് എനിക്ക് ഭയം ഉണ്ടായിരുന്നത്, ഇത് ചെയ്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ ആൾക്കാർ പറയും അഭിനയിച്ച് ജീവിച്ചാൽ പോരെ, വല്ല കാര്യമുണ്ടോ. അടുത്ത ചോദ്യം പരിഹാസങ്ങളും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വരുമെന്ന്. വിജയിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എന്ന് പറയാം, അവിടെ തീരും. പക്ഷെ വിജയിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ സഹിക്കേണ്ടി വരും. ചേച്ചിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തുവായിരുന്നു? എനിക്ക് നല്ലതാ. ആണോ? ഇനിയും ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ചേച്ചിക്ക് വന്നത്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചേച്ചി ചെയ്തു. താഴെ എഴുതിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നോ നമുക്ക് ചോദിച്ചിട്ട്. ഇതിപ്പോ ചേച്ചി പറഞ്ഞപ്പോ എനിക്കും അതിശയമായി. ചേച്ചി ശരിക്കും അപ്പൊ ഇനി അതൊരു പ്രചോദനമായിട്ട് ചേച്ചിക്ക് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമില്ലേ? അല്ല, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അപ്പം ഫിലിമും ഉണ്ട്, നാടകവും ഉണ്ട്. നാടകം പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ അത് ദിവസത്തേക്ക് ആഗ്രഹത്തിന് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു കല നാടകീയ ആ ഒരു എല്ലാ ജനറേഷനിലെ കുട്ടികളും അത് അറിയാനായിട്ട് ആ കല ഇപ്പം അന്യം നിന്ന് പോവല്ലേ. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും കുറെ പേരുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അല്ല കൊണ്ടുപോകാം. പക്ഷേ നമ്മളിപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ബുക്കിംഗ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് പൈസ തന്നാലേ നമുക്കത് വേറെ സ്ഥലത്ത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നാടകത്തിന് ഇപ്പോഴും പൈസ വളരെ സ്കോപ്പുണ്ട്, നാടകത്തിന് സ്കോപ്പുണ്ട്. പക്ഷേ പൈസ വളരെ കുറവാണ്. ഇപ്പോഴും നാടക ആൾക്കാരുടെ ജീവിതം പഴയ ജീവൻ തന്നെയാണ്. ഇത് അവിടുത്തെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല. കാരണം വളരെ ചെറിയ എമൗണ്ടാണ് നാടകത്തിന് കൊടുക്കുന്നത് ഇപ്പോഴും. അയ്യോ, അത് വലിയ പ്രയാസമല്ലേ ചേച്ചി? അവർക്ക് എങ്ങനെ അത് ഒരു വരുമാനമായിട്ട് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യും? അതെ. അതുകൊണ്ടായിരിക്കും ഇത് ആരും പ്രോത്സാഹിപ്പിക്കാതെ. എന്താ വെച്ചാൽ കുറച്ച് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ സീരിയലും സിനിമയിലേക്കും പോകും. അപ്പൊ ആർട്ടിസ്റ്റുകളും കിട്ടുന്നില്ല. പിന്നെ നല്ല എഴുത്തുകാരും ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാടകം എഴുത്തുകാരും കുറവാണെന്ന് തോന്നുന്നു. ചേച്ചി, അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു. നാടകം നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണലി ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നാടകം കാണാൻ വരുമ്പം അതിനും ചേച്ചി കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇന്ന ആർട്ടിസ്റ്റ് റെക്കഗ്നൈസ് അവരെ കാണാനെന്നോ അല്ലെങ്കിൽ ആ നാടകത്തിന്റെ കഥ അറിയാനാണോ? എന്തായിരിക്കും നാടകത്തെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ അല്ല, എഴുത്തുകാരെയാണ് ആദ്യം നോക്കുക, ആരുടെയാണ് നാടകം. ഓ, അത് ആർട്ടിസ്റ്റിനല്ല പ്രാധാന്യം. പിന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതി. അതെ, ട്രൂപ്പ്, ഇപ്പൊ ഒരു ട്രൂപ്പിന്റെ പേരാണെങ്കിൽ ആ ട്രൂപ്പിനെ നോക്കുക. അവർ നല്ല ലളിത ചേച്ചിയൊക്കെ വന്ന ആ ട്രൂപ്പ് ഇപ്പോഴും. ലളിത ചേച്ചി KPSCയിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ചേച്ചി, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വളർന്ന രീതിയുടെ ആണോ അതോ കൾച്ചറിന്റെ ആണോ? നമ്മളിപ്പോ പള്ളി പോകുമ്പോൾ തലയിൽ അങ്ങനെ തുണിയിട്ടിട്ടല്ലേ ആണോ? അപ്പൊ അതേപോലെ എന്തെങ്കിലും അതും എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഇപ്പൊ എനിക്ക് അറിയാവുന്നതും ആഹാരം വിളമ്പാൻ അറിയാം. അത് ഞാൻ ചെയ്യട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണം കേട്ടോ ചേച്ചി. ഇപ്രാവശ്യം നമ്മൾ ഞാൻ വർത്താനം പറയുവേ, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ ചേച്ചി പഴയ ജനറേഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് തമാശ പറയുക, അതൊക്കെ ഭയങ്കര രസമായിരുന്നല്ലേ ചേച്ചി? ഇപ്പത്തെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഇപ്പത്തെ എങ്ങനെയാ ചേച്ചി? അതുപോലെ തന്നെ ആണോ സെറ്റിലൊക്കെ? സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പത്തെ കാരവൺ കുറച്ച് കൂടുതൽ വന്നപ്പോഴാണ് എല്ലാവരും അതിനകത്ത് കയറിയിരിക്കും. ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ പോയിരിക്കും, അതിൻ്റെ അകത്ത് പോയിരിക്കും. പിന്നെ ആരും കാണുന്നില്ല. പിന്നെ ഈ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയുള്ള കാരവൺ ഉണ്ട്. അപ്പൊ അതിൽ ആദ്യം വരുന്ന വെച്ചാൽ അവരത് സ്വന്തമാക്കി ഇങ്ങനെ വെക്കുന്ന പോലെ. പിന്നെ വേറെ ആൾക്കാർ ചെല്ലുമ്പോൾ എന്തോ ഒരു കുറ്റം ചെയ്യാൻ വരുന്ന പോലെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ കാരവന്റെ എണ്ണം കൂടുതലാണ് ഇപ്പൊ സത്യത്തില്. പിന്നെ ഇപ്പത്തെ ആൾക്കാർക്ക് ആരും തമ്മിൽ കാണുന്നില്ല, തമാശ പറയുന്നില്ല, വർത്താനം പറയുന്നില്ല. മറ്റത് അങ്ങനെയല്ല. നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിൽ എല്ലാവരും കൂടെ കസേരയിട്ട് ലാലടക്കം വന്നിരുന്ന് നമ്മളെ ഇരിക്കുകയാണ്. എന്നിട്ട് തമാശ പറയുന്നു, കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നു, ബഹളം വെക്കുന്നു. അവിടുന്ന് വിളിച്ചാ ദേഷ്യമാണ് വർത്താനത്തിൻ്റെത്. ഇപ്പൊ കാണുന്നേ ഇല്ല, ആരും കാണില്ല. അപ്പൊ ഭയങ്കര മെക്കാനിക്കലായി പോകൂലേ ചേച്ചി? എന്തുവാ, നമ്മൾ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു, അവിടെ റിലേഷൻസും ഇല്ല, ഒന്നുമില്ല. നമുക്കൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതല്ലേ കാണുന്നുള്ളൂ. അവര് മറ്റത് കണ്ടില്ല. മറ്റത് കാണാത്തോണ്ടും അതിന്റെ ഒരു സൗന്ദര്യം അറിയാത്തോണ്ടും കൂടിയാ കേട്ടോ. സൂപ്പർ കേട്ടോ. ഇത് പഞ്ചാബി ചിക്കൻ ആണ്. അതെല്ലേ? ചേച്ചിനെ പഞ്ചാബ് വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചു. മാത്രല്ല ചേച്ചി ഇപ്പൊ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ചേച്ചി ഇങ്ങനെ പറഞ്ഞ പോലെ ചോറ് അങ്ങനെ ഒന്നും കഴിക്കുകയല്ല, ഭയങ്കര ജിം. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി, ആ റീലിനകത്ത് ഞാൻ കണ്ട ചേച്ചിയുടെ ഇരിപ്പ് ഭയങ്കര പവറുള്ള ലേഡി കേട്ടോ. ഭയങ്കര രസമുണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ കണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചി ഡാൻസ്
എല്ലാം ഞാൻ ചെയ്യുന്നുള്ളതാണ്. ഇതൊക്കെ ചേച്ചിയുടെ ഒന്നും ഉള്ളിൽ കിടന്നിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത്രയും കാലം എവിടെ എന്നെ ഒന്നും വിലയിരുത്തേണ്ട ഒന്നിനെ പറ്റി. പക്ഷെ ചേച്ചി അത് ചെയ്യുമ്പോ ചേച്ചി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് അല്ലേ? ചേച്ചി എത്രയോ എന്താ പറയാ അത്രയും പേരുടെ കൂട്ടത്തിൽ നിന്ന് കളിക്കുമ്പോഴൊക്കെ ചേച്ചി അങ്ങ് ചെറുതാവും. അതെ, എന്നെക്കാളും ഒരുപാട് ചെറിയ പിള്ളേരാ കൂടെ നിൽക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളെ പിന്നെ അവിടുത്തെ അസോസിയേഷൻ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാ. ചേച്ചി പുതിയ പ്രോജക്റ്റ് എന്താ ചേച്ചി? ചേച്ചി ഇപ്പൊ ഫിലിം ചേച്ചി ചെയ്യുന്നതല്ല, സിനിമയൊന്നും വന്നിട്ടില്ല, ഇതുവരെ ചെയ്യുന്നില്ല. അപ്പം ഈ എഴുത്തില് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ഡ്രാമയും കൂടെ ചെയ്യണം. അത് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരെത്തിയ ചേച്ചി കൂടെ നിൽക്കണം കേട്ടോ. തീർച്ചയായിട്ടും. എനിവേ താങ്ക് യു വെരി മച്ച് ചേച്ചി. ഞാനിപ്പോ ഇന്ന് ആനിയുടെ ഇതിന് വരിക വീട്ടിൽ നിന്ന് പറഞ്ഞു, അയ്യോ നല്ല ഫുഡ് ആയിരിക്കുമല്ലോ ഒന്ന്. ഞാൻ തന്നോട്ടോ, നല്ല ഫുഡ് കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. എനിവേ ചേച്ചി ഞാൻ വിളിച്ചോണ്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ സ്വന്തം വീട് പോലെ ഒരു അനീറ്റിയെ കാണാൻ വരുന്ന പോലെ വന്നതിൽ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം എന്റെ സിനിമ കണ്ടില്ലാതെ എനിക്ക് സങ്കടം വന്നു. അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അത് കാണും. തീർച്ചയായിട്ടും ചേച്ചിനെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കാണും ചേച്ചി, ഉറപ്പായിട്ട്. എനിവേ ചേച്ചിക്ക് ഓൾ ദി ബെസ്റ്റ്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാം ചേച്ചിക്ക് ഉണ്ടാവട്ടെ. എനിവേ താങ്ക് യു വെരി മച്ച്. പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.